എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇന്നും വളരെ രസകരമായി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രസകരമായിട്ട് നല്ലോണം സംസാരിക്കുന്ന 2 സഹോദരന്മാരെയാണ് നമുക്ക് അതിഥികളായിട്ട് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും മലയാള സിനിമയിലെ പ്രതിഭാധനനായ ഒരു കലാകാരൻ്റെ മക്കളാണ്. അതെ, വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനുമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. ഓണാശംസകൾ ആദ്യമേ തന്നെ. ഇപ്പോൾ ഓണത്തിന് കുഞ്ഞിരാമായണം എന്ന സിനിമയിലൂടെയാണ് നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരുമിച്ച് എത്തുന്നത് ഇപ്പോഴാണ് ഒരു സിനിമയിൽ ചേട്ടനും അനിയനും. ഞാൻ പറഞ്ഞു അച്ഛമ്മയുടെ പ്രതിഭാധനനായിട്ടുള്ള ഒരു കലാകാരനാണ്. മൂത്ത മകൻ ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയണം. അച്ഛനെയും കടത്തി വെട്ടിച്ച് വേറെയും പാട്ടിലേക്കും സംഗീതത്തിലേക്കൊക്കെ അതിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അനിയൻ്റെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും ഹീറോ ചിലപ്പോൾ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും പറയും അച്ഛനാണ് എൻ്റെ ഹീറോ, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് ഹീറോയിസമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന്. ഞാൻ നോക്കുമ്പോൾ വീട്ടിലപ്പോൾ 2 ഹീറോസാണ്, അച്ഛനും ഉണ്ട് ചേട്ടനും ഉണ്ട് ഹീറോ. ആണോ? ആരാണ് കൂടുതൽ ഹീറോ ആയിട്ട് നോക്കുന്നത്, അച്ഛനെയാണോ ചേട്ടനെയാണോ? കുഞ്ഞിരാമായണത്തിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നായകൻ എന്ന് പറയുന്ന ആളൊന്നുമില്ല. ഇതിലെല്ലാവരും നായകന്മാരാണ്. എല്ലാവരുടെ കഥയ്ക്കും പ്രാധാന്യമുണ്ട്. ആ ദേശം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മണ്ടന്മാരാണ്. എല്ലാവരും മണ്ടന്മാരാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും വളരെ സീരിയസുമാണ്. എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മണ്ടത്തരമായിട്ട് തോന്നുന്നു. ചെയ്യുന്ന പോലത്തെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ആ ദേശത്തിൻ്റെ കഥയാണ് ഈ സിനിമയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ ബേസിലിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു കുഞ്ഞിരാമായണം എന്നുള്ള പേര് വെക്കാൻ. ഒരു കുഞ്ഞിരാമായണം, ഒരു ഹമ്പിൾ ആയിട്ടുള്ള സിനിമ, കുഞ്ഞിരാമൻ്റെ കുഞ്ഞിരാമായണം. അപ്പോൾ എന്തായാലും കുഞ്ഞിരാമനായിട്ട് വിനീത് ശ്രീനിവാസൻ തന്നെ വേണമെന്ന് ബേസിലിന് മനസ്സിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും തുടക്കത്തിലെ പോലെ. എനിക്ക് തോന്നുന്നത് അവൻ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഡേറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. കാരണം പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ ശരിക്കും അച്ഛൻ്റെ ഒരു ലുക്ക് അച്ഛനെ പോലെ തന്നെയുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ. ഇനി അങ്ങനെ ശ്രീനിവാസനെ പോലെ ഇരിക്കുന്ന ഒരു നടനെ വേണം എനിക്ക് കുഞ്ഞിരാമനായിട്ടെന്ന് ബേസിലിന് മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു തവണ ചോദിച്ചു എടാ നീ എന്തുകൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം പോയി 1-2 പേരൊന്നും എനിക്ക് ഡേറ്റ് തന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദുഷ്ട, അതുകൊണ്ടാണ് നീ എൻ്റെ അടുത്തൊന്ന് കഥ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അതല്ല, അവൻ പറഞ്ഞു ഇപ്പം ഇപ്പൊ എൻ്റെ അച്ഛന് ഒരു 25 വയസ്സോ 30 വയസ്സ് പ്രായമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉള്ളുമായിരുന്നു. അപ്പൊ അവൻ ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ അപ്പോൾ ലുക്ക് എങ്ങനെ വേണം അതേപോലത്തെ തന്നെ ലുക്ക് വേണമെന്നൊക്കെ അതൊക്കെ അതിന് തന്നെ ശരിക്കും പുഷ് ചെയ്തത് അജുവാണ്. അജുവിന് ഈ ലുക്ക് ചേഞ്ച് ചെയ്ത് നല്ല പരിചയമാണ്. അജുന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ധ്യാനിന്റെ 2ാമത്തെ സിനിമയാണ്. ചേട്ടനൊപ്പം അഭിനയിക്കുന്നത് ആദ്യം ഈ ചിത്രത്തിലാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ കുഞ്ഞിരാമായണത്തിൽ? ഞങ്ങൾ തമ്മിൽ കോമ്പിനേഷൻസ് തുടക്കത്തിലും ഒടുക്കത്തിലേ ഉള്ളൂ. അത് ഒടുക്കത്തെ കോമ്പിനേഷനായി പോയോ? അപ്പൊ ഇങ്ങനെ സംവിധായകനായ ചേട്ടനാണോ നല്ലത്, കോസ്റ്റാർ ആയിട്ടുള്ള ചേട്ടനാണോ നല്ലത്, ഒന്നുമല്ല വീട്ടിലുള്ള ചേട്ടനാണോ നല്ലത്? ഞങ്ങളൊരു സാധനം ഷൂട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. പുള്ളി എന്നെ പേടിപ്പിച്ച് ഞങ്ങള് കുഞ്ഞിരാമനോട് പേടിപ്പിക്കുന്നു. അപ്പൊ ഞാനാണെങ്കിൽ മണ്ടൻ, ഈ പറഞ്ഞ പോലെ മണ്ടന്മാരുടെ ഒരു ഗ്രാമമാണല്ലോ. അപ്പോൾ മണ്ടന്മാരിൽ ഒരു മണ്ടൻ. അപ്പൊ എനിക്ക് സീന് വന്നപ്പോ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി, ഓർമ്മയില്ലേ? എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ണടച്ചേക്കണേന്ന് പറഞ്ഞു ദേഷ്യപ്പെടുമ്പോ. ഞാൻ ആ സീൻ മൊത്തം കണ്ണടച്ചിട്ട് ഓപ്പോസിറ്റിലൊക്കെ കണ്ണടച്ചിട്ടാണ് എന്റെ സജഷൻ വെച്ചിരുന്നത്. അപ്പൊ കണ്ണടച്ചിട്ടാണ് എന്റെ റിയാക്ഷൻ ഡയലോഗൊക്കെ. ഞാൻ പൃഥ്വിരാജിനൊക്കെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് അലക്കാണ്, ഇവൻ നിന്ന് ചിരിയാണ്, കാരണം ഇവനല്ല കോമഡിയാണ്. ആണോ? മനസ്സിലായില്ല. അപ്പൊ എനിക്ക് ഒരു മേഖല കൊണ്ട് ചോദിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ കൃഷിയിൽ താല്പര്യമുണ്ടോ? നിങ്ങൾക്കുണ്ടോ താല്പര്യം? അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മനസ്സതിലേക്ക് കോൺസെൻട്രേഷൻ സിനിമയിലാണ്. എനിക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും അതിലോട്ടുള്ള താല്പര്യത്തിലേക്ക് വരുമായിരിക്കും. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമല്ലോ. ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, ധ്യാൻ അധികം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. എന്റെ പ്രായമാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആലോചിച്ചു തുടങ്ങും. അല്ല, ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ ഡെയിലി. ആരാണ് കൂടുതൽ ഭക്ഷണപ്രിയൻ? ഞങ്ങൾ രണ്ടുപേരും കാര്യത്തില്. ഒരു ഇഡ്ഡലി മത്സരം നടത്തിയ ആര് ജയിക്കും? ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ പേര് ബിരിയാണി മട്ടൻ ബിരിയാണി മത്സരത്തിൽ ആര് ജയിക്കും? പക്ഷെ ധ്യാനേ ജയിക്കുള്ളൂ. ഇവനും ഹൈ മെറ്റബോളിസം ആയതുകൊണ്ട് ശരീരത്തിൽ കാണൂല. ഞാൻ കഴിക്കുന്ന മൊത്തം ഇങ്ങനെ കാണും. അപ്പൊ ഒരു ഇരുന്നിരിപ്പിൽ എത്ര മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റും? 3-4 ബിരിയാണി.
സ്റ്റാൻഡേർഡ് കഴിക്കാൻ പറ്റുമോ? ഇപ്പൊ പറ്റും. അതിപ്പോ ജിമ്മൊക്കെ അടിക്കുന്നോണ്ട് പറ്റും. ജിമ്മിലൊന്നും പോകാറില്ല, തടി മാത്രമാണ്. പണ്ട് ജിമ്മിൽ പോയതിന്റെ പടത്തിന് മുമ്പ് കുഞ്ഞിരാമായണത്തിന് അങ്ങനത്തെ ഒരു തടി വെച്ചോളാൻ പറഞ്ഞു ബേസിൽ. അപ്പൊ പിന്നെ അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, എന്നോടൊക്കെ തടി വെച്ചോളാൻ പറഞ്ഞു. എന്തേലും തടി മീശയൊക്കെ നല്ലോണം? എനിക്ക് ഈ കൃത്യമായിട്ടുള്ള ചില പ്രശ്നമുണ്ട്. ഈ ചെഗുവേരയുടെ മീശ പോലെയാണ് കട്ടിമീശ, മുടി, അത് ഇതില് കിട്ടും, ഒരു ഒഴുകിയ മുടി ഇങ്ങനെ. ആ ലുക്ക് വന്നപ്പോ അതങ്ങനെ അങ്ങ് വർക്കൗട്ട് ആയി. പിന്നെ മീശയുടെ പ്രശ്നം ഇതാണ്, ചെഗുവേരയുടെ പോലത്തെ മീശയാണ്. പിന്നെ അജുവിന്റെ ക്യാരക്ടറിനെ പറ്റുമോ? അജു റിയൽ ക്യാരക്ടറിലല്ലോ. റിയൽ ക്യാരക്ടർ പറയണ്ട. എനിക്കറിയാം. ഞാനിപ്പോ ഇപ്പൊ അഭിനയത്തിൽ മാത്രമാണോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ചേട്ടൻ ഇങ്ങനെ ചവിട്ടുപടി വെച്ച് കയറി വന്ന പോലെ ഓരോ മേഖലയായിട്ട് ഇങ്ങനെ വരുമോ? തിരക്കഥ, സംവിധാനം, പാട്ട് ഇപ്പം ഇഷ്ടമല്ലെങ്കിലും അപ്പ ഇൻഹിബിഷനൊക്കെ മാറി വലിയ പാട്ടുകാരനാവാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ അടുത്ത വർഷം